ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് കാണിക്കുന്നത് ഒരു ഹോളിഡേ മെനു ആണ്. അപ്പോൾ അതിൽ പൊട്ടറ്റോ കറി പൂരിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ പൂരി വേണ്ടാത്തവർക്ക് അത് ചപ്പാത്തിയിലേക്ക് മാറാം. അപ്പോൾ അതിന് ഗോതമ്പ് പൊടി 1 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ 1/2 കപ്പ് റവയും പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, ഉപ്പും വെള്ളവും ചേർത്തിട്ട് ചപ്പാത്തി മാവ് പോലെ കുഴച്ച് അരമണിക്കൂർ വെക്കുക. എന്നാലേ ആ റവ കുതിർന്ന് സോഫ്റ്റായി വരുള്ളൂ. ആ സമയത്ത് നമ്മൾക്ക് പൊട്ടറ്റോ ബോയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എടുത്ത് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ച്. ഇത് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞേക്കുന്നതാണ്, ചോപ്പ് ചെയ്തെടുത്തേക്കുന്നത്. ഇതൊരു വലിയ സവാള, ഒരു പച്ചമുളക്, വറ്റൽമുളക്, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇതാണ് അതിന് വേണ്ടത്. അപ്പോൾ അവസാനം ഇതൊന്ന് കുറുകി വരാനായിട്ട് ഞാൻ ഇത്തിരി കടലമാവ് ഇങ്ങനെ വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആദ്യം കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ വറ്റൽമുളകും ഇട്ട് ചോപ്പ് ചെയ്ത് വെച്ച സാധനങ്ങൾ എല്ലാം കൂടി, അത് ഇഞ്ചിയും വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു 5 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം ഇത് അധികമൊന്നും വഴന്ന് കളറൊന്നും മാറണ്ട. അപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇതിനകത്ത് പൊടിയായിട്ട് ചേർക്കണം, വേറൊന്നും ചേർക്കണില്ല. ഇഞ്ചി വെളുത്തുള്ളിയുടെ രുചിയാണ് ഇതിൽ നിൽക്കുന്നത്. എല്ലാവരും പലതരത്തിലായിരിക്കും വെക്കണത്, ഞാനിങ്ങനെ വെക്കണത്. അപ്പോൾ അതിനകത്തേക്ക് വെള്ളം ഇട്ടിട്ട് വേണം ഇടാനായിട്ട്. ഇങ്ങനെ ചാറുള്ള കറി ആയതുകൊണ്ട്, അപ്പം ഇത് വലിയ പീസായിട്ട് കിടക്കണതുകൊണ്ട് തിക്നെസ് ഉണ്ടാവില്ല ചാറിൽ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ആ കടലമാവ് അവിടെ വെച്ചേക്കുന്നത്. അത് ഇതിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ആ സീൻ ഇതിനകത്ത് സ്റ്റക്കായി പോയി കാണാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ പച്ച ഒരു ചുവ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ഒന്നുമില്ല. ഇത് കാണാനും ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റാണ് ആ കറി. അപ്പോൾ അത് കറിയുടെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇനി പൂരി ഉണ്ടാക്കാൻ നിൽക്കാൻ പോണേണ്. ഇത് വലിയൊരു ചപ്പാത്തി പോലെ നൈസായിട്ട് പരത്തിയെടുത്തിട്ട് എന്തെങ്കിലും ഷേപ്പ് ഉള്ള ഇതുപോലെ റൗണ്ട് ഷേപ്പുള്ള കട്ടർ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഗ്ലാസ്സാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഭാഗങ്ങൾ മാറ്റിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ ബാച്ചും ഞാൻ സിമ്മിലിട്ടിട്ടാണ് അടുത്തത് പരത്തിയെടുത്തത്. എണ്ണ സിമ്മിലിടും, പിന്നെ ഇടുമ്പോഴേക്കും കൂട്ടി വെക്കും. ഇപ്പോൾ ഒരു 6:30 മണിയായിട്ടുണ്ട്. പിള്ളേർ റെഡിയായി 6:30 ആകുമ്പോൾ കഴിച്ച് 6:50 രണ്ടുപേരും പോയിരിക്കും. അപ്പോൾ രണ്ടുപേരും പോകാൻ പോകണം. അപ്പോൾ ഇത് തന്നെ അവർ ഇത്തിരി പൊതിഞ്ഞ് പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. കാരണം അവർക്ക് ഒരു 10 മണിയാകുമ്പോൾ അവിടെ കഴിച്ചിട്ട് അവർ പിന്നെ ലഞ്ച് കഴിക്കാനായിട്ട് വീട്ടിലേക്കാണ് വരണത്. 2:30 ആകുന്നേരത്താണ് ലഞ്ച് കഴിക്കാൻ വരുന്നത്. അപ്പോൾ നമ്മൾ കട്ടൻ കാപ്പിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. കാരണം ഇവിടെ ആരും ബെഡ് കോഫി കഴിക്കാറില്ല, അതുകൊണ്ട്. അപ്പോൾ ലഞ്ചിന് ഞാൻ ചെയ്യണത് ബീൻസിൻ്റെ തോരനാണ്. നമ്മുടെ ഗംഗാധരൻ ഡോക്ടർ സാറില്ലേ, ആ പുള്ളി പറഞ്ഞത് തോരൻ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ റോ ആയിട്ട് കഴിക്കാൻ പറ്റിയതൊക്കെ കഴിക്കണം, സാലഡായിട്ട് എന്നൊക്കെ പറയണത്. അപ്പം അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യണത്. അതിന് ഇത്തിരി ജീരകവും വെളുത്തുള്ളിയും മഞ്ഞളും തേങ്ങയും കൂടി ചതച്ചാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത്. ഇത് നമ്മൾ വറുത്തിടാനായിട്ടുള്ളത്, താളിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ ഇത് വെളുത്തുള്ളി, ചെറിയ ജീരകം, മഞ്ഞൾ, തേങ്ങ ഒന്ന് മിക്സിയിൽ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. അപ്പോൾ ഇത് വേവിച്ച് വെച്ചേക്കുന്നതിന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് മാത്രം. അപ്പോൾ എല്ലാത്തിലും ഇത്തിരി ഉപ്പിട്ട് നമ്മൾ കൊടുത്തേക്കുക. ഇത് വേവിക്കുമ്പോഴും പച്ചക്കറിയിലിടുക, അരക്കണ ആ തേങ്ങക്കൂട്ടിലിടുക, ഈ താളിക്കുന്ന ഈ ഉള്ളിലും ഇത്തിരി ഉപ്പിടുക. അപ്പോൾ കുറച്ച് ഉപ്പായി കഴിയുമ്പോൾ കറക്റ്റായിട്ട് എല്ലാത്തിലും ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ തോരനൊക്കെ ഡെയിലി കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു എരിവുള്ള കറി, ഒരു എരിവില്ലാത്ത കറി, ആ ഒരു രീതിയിൽ. മുളക് പൊടിയുടെ കറി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അസുഖങ്ങൾ കൂടുതൽ, ഇപ്പോൾ ഈ പൈൽസ് രോഗമൊക്കെ ഉണ്ടാകുന്നത് ഈ മുളക് പൊടി കൂടുതലായിട്ട് കറികളിൽ ഇട്ടിട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത്. കാരണം മറ്റേ എരിവുള്ള മുളക് പൊടി നമുക്ക് പൈൽസിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരുപാടുണ്ട്, പുരുഷന്മാർക്കും ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ മുളക് പൊടി. അപ്പോൾ ഇനി അടുത്തത് ചാറാണ്. അത് എരിവുള്ള ചാറാണ് വെക്കുന്നത്. പക്ഷേ ഞാൻ കാശ്മീരി മുളക് തന്നെ ഇടണം. അതിന് 2 മാങ്ങ എടുത്തതെന്ന് വെച്ചാൽ അത് പുളിയില്ലാത്ത മാങ്ങ ഇതുകൊണ്ടാണ്. നിങ്ങൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറഞ്ഞെടുത്താൽ മതി. ഒരു മുറി തേങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ഇത് വറുത്തിടാനുള്ളത്, അവസാനം വറുത്തിടാനുള്ളത്. അപ്പോൾ ഇതിന് ഞാനിവിടെ ചെമ്മീനും മീനിന് പകരം ചെമ്മീനാണ് യൂസ് ചെയ്യണത്. ഈ മാങ്ങക്കറിയുടെ അകത്തേക്ക് ചെമ്മീനിടും. ഇത് ചെറിയ ചെമ്മീനാണ്. ശരിക്കും ഇതിന് വലിയ ചെമ്മീനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ചെറിയ ചെമ്മീൻ ഇട്ടാലും ടേസ്റ്റൊക്കെ ഒന്നും തന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് പച്ച അരപ്പിലേക്ക് തന്നെയാണ് ചട്ടി അവിടെ ചൂടാക്കി വെച്ചേക്കുന്നതാണ്, തീ ഓൺ ചെയ്തിട്ടേക്കുന്നതാണ്. അതിനകത്തേക്ക്
ചുമ്മാ ഇടുന്നതിന് നമ്മൾ താളിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയാണ് ആദ്യം ചെയ്യണത്. പച്ചരപ്പ് മിക്സി ഒന്ന് കഴുകി അതിനകത്ത് ആവശ്യമുള്ള ചാറാക്കി എടുക്കുക. കാരണം ഇത് നന്നായിട്ട് ഈ ഗ്രേവി തിക്കാവും. കാരണം ഇത് കുറുകി വന്ന മാങ്ങയാണ്. ചില മാങ്ങ വേഗാതെ അങ്ങനെ കിടക്കുന്ന മാങ്ങയുണ്ട്, അതിന് ഒരുപാട് ചാറ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് ശരിക്കും ഇത് കുറുകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്തേക്ക് ഞാൻ ഉപ്പിട്ടാണ് അരച്ചത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പിടാത്തത് കേട്ടോ. മിക്സിയിൽ ഞാൻ തേങ്ങ അരച്ചില്ലേ, മിക്സിയിൽ തേങ്ങ അരക്കുമ്പോൾ ഉപ്പിടുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അരഞ്ഞ് കിട്ടും. അതുകൊണ്ട് തന്നെ ഉപ്പിട്ട് അരക്കണത്. ഇത് നന്നായിട്ട് തിളച്ചിട്ട് മാത്രം മാങ്ങയും ചെമ്മീനും കൂടി ചേർക്കുക. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഞാൻ ഇത്തിരി തിരക്ക് പിടിച്ച് ചെയ്തുകൊണ്ട് തിളക്കുന്നതിന് മുമ്പൊക്കെ തന്നെ എടുത്തിട്ട്, അപ്പം നിങ്ങൾ ആ തെറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് തിളച്ചിട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഞാൻ വേറൊരു കറിയും കൂടി വെച്ചിട്ടുണ്ട്. ഇത് കക്കയിറച്ചിയുടെ അത് ഞാൻ വേറൊരു മീലിൻ്റെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിൽ കംപ്ലീറ്റ് അതിൻ്റെ കുക്കിങ് കാണിക്കുന്നത് കൊണ്ട് ഇത് ഒന്നും കാണിച്ചിട്ടില്ല. അത് വേണമെന്നുള്ളവർ ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടും. അപ്പം അത് ഇതിനകത്ത് ഞാൻ പ്രിപ്പറേഷൻസ് ഒന്നും തന്നെ കാണിച്ചിട്ടില്ല, അതിൻ്റെ ഫൈനൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ലാസ്റ്റ്. അപ്പം ഇത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഇത്തിരി ഒന്ന് ഇട്ടണ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. കാരണം ഇത് പച്ച അരപ്പ് ചേർത്ത് വെച്ചേക്കണോണ്ട് ഏറ്റവും അവസാനം താളിച്ചിടും. അപ്പോൾ താളിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചീനച്ചട്ടി തന്നെ നേരത്തെ താളിച്ചിട്ട ചീനച്ചട്ടി തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അത് തന്നെ എടുത്ത് ഇതിനകത്തേക്ക് കടുകും ഉലുവയും കൂടിയാണ് ആദ്യം പൊട്ടിക്കണത്. അപ്പോൾ ഇതൊരു എനിക്ക് എന്താ പറയണം, അത്ര ഇഷ്ടമുള്ളൊരു കറിയാണിത്. കാരണം മീൻ കറിയാണെങ്കിൽ ഞാൻ കഴിക്കാറില്ല, ഇത് ചെമ്മീനിട്ടാണ് വെക്കണമെങ്കിൽ ഞാൻ കഴിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം കടുകും ഉലുവയും കൂടി പൊട്ടിക്കുക. ഞാൻ പൊതുവേ മീൻകറി കഴിക്കാത്ത ആളാണ്, എനിക്ക് ഇഷ്ടമല്ല മീൻകറി കഴിക്കണത്. അപ്പം ഞാനിത് ചെമ്മീൻ ഇടുന്നുണ്ടെങ്കിൽ ഇത് മഞ്ഞ കളറിൽ വെക്കൂലേ നമ്മൾ പച്ചമുളകിൻ്റെ എരിവിൽ, അത് അത്ര ഇഷ്ടമല്ല എനിക്ക്. എപ്പോഴും ഇങ്ങനെ വെക്കണതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ മീതിലേക്ക് ഒന്ന് താളിച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ അത് തീർന്ന് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതിൽ തന്നെ നമ്മളുടെ കക്കിയിറച്ചിരിക്കുന്നുണ്ട്, അതും തീർന്ന്. അപ്പോൾ ഉച്ചക്കത്തെ ഞങ്ങളുടെ കറിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പം ഇനി ഉച്ചക്ക് കഴിഞ്ഞാൽ ഉച്ചക്ക് ഇവിടെയുള്ളവർ എല്ലാവരും കഴിച്ചതിന് ശേഷം ബാക്കി കറികളെല്ലാം ഞാൻ ചെറിയ പാത്രത്തിലേക്ക് മാറ്റും. അത് ഞാൻ എപ്പോഴും പറയണതാണ്, നിങ്ങളോട് വീണ്ടും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് മറന്നു പോകാതെ വീണ്ടും വീണ്ടും അത് ഓർക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ എൻ്റെ പാത്രങ്ങളെല്ലാം കഴിയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലെല്ലാം കഴിയുമ്പോൾ ഇതും കഴിഞ്ഞ് പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇത് കംപ്ലീറ്റ് തുടച്ചു വിടണം നമ്മൾ, എന്നിട്ട് വേണം കിച്ചണിൽ നിന്ന് പോകാനായിട്ട്. അതല്ലെങ്കിൽ പിന്നെ കിച്ചണിലേക്ക് കയറുമ്പോൾ നമുക്ക് വല്ലാത്ത പോലെ തോന്നും, നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പിന്നെ വൈകുന്നേരത്തെ പണി ചെയ്യാനായിട്ട്. ഇതിപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് തിക്കായി കഴിഞ്ഞു. അപ്പം ഇനി ഇത് നമ്മൾ കഴിക്കുന്നതിന് മുമ്പുള്ളതാണ്. ഇനി കഴിയുമ്പോഴത്തേക്കും ഞാനിത് ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റി ആ വലിയ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച്. കാരണം രാത്രി ആകുമ്പോഴേക്കും നമുക്ക് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറേ പാത്രങ്ങളെല്ലാം കഴുകി വെക്കണ്ടേ. അപ്പോൾ ഇത് ചെറിയ പാത്രങ്ങളിലാക്കി കഴിഞ്ഞാൽ നമ്മളിത് ബാക്കി വന്നാൽ ഇതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാൻ പറ്റും. ഇതെല്ലാം ചെറിയ ഇതിലേക്ക് മാറ്റി. കുട്ടികളൊക്കെ വന്ന് എല്ലാവരുടെയും കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കി അടുത്ത ഇത് സ്നാക്കിൻ്റെ ഒരു പരിപാടി ഞാൻ ചെയ്യണത്. രാവിലത്തെ ബോയിൽഡ് പൊട്ടറ്റോ ഇത്തിരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഉരുളക്കിഴങ്ങ് ബോണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ആ കാലത്ത ചോപ്പ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്തതും ഒരു പച്ചമുളകും. പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഒരു പിഞ്ച് അയമോദകമാണത്. അയമോദകം ഇടുമ്പോഴൊരു ഹോട്ടൽ രുചിയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട് കടലമാവ് എടുത്തിട്ടുണ്ട്, ഒരു 1/4 കിലോ കടലമാവ് ഉണ്ടത്. മുളക് പൊടി, എരിവെള്ള മുളക് പൊടി ഒരു 2 പിഞ്ചൊക്കെ ഇടുന്നതായിരിക്കുള്ളൂ നല്ലത്, അധികമൊന്നും ഇടണ്ട. അത് കായത്തിൻ്റെ പൊടിയാണ്, കായപ്പൊടി. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഓരോ സ്പൂൺ വെള്ളം ചേർത്ത് മാത്രം ഇത് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇത് വെള്ളം കൂടിപ്പോവും. കടലപ്പൊടിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, പെട്ടെന്ന് വെള്ളം പോലെ ആയിപ്പോവും. അപ്പം നമ്മളിത് കടുക് പൊട്ടി ഈ സാധനങ്ങളങ്ങനെ ഇട്ട് അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി, കളറൊന്നും മാറരുത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കുക. ഈ പൊടികൾ രണ്ടും കൂടി ചേർക്കുക. അയമോദകമാണ്, മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അയമോദകം ഇടുമ്പോൾ ഒരു സ്പെഷ്യലാണ് ടേസ്റ്റ്, ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന അതേ രുചി കിട്ടും. എന്നിട്ട് ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇതൊന്ന് ശരിക്കും, ഇപ്പം എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഞാനൊരു കൈ വെച്ച് ചെയ്യണത്, അല്ലെങ്കിൽ നിങ്ങൾ 2 കൈ വെച്ച് നന്നായിട്ട് ചെയ്യാമെന്ന് ഉടച്ചൊക്കെ എടുക്കുക. അധികം കട്ട ഉടച്ച് കളയരുത്, ഒരുവിധം വലിയ പീസുകളും വേണം. അപ്പം അതിൻ്റെ അടപ്പിൽ തന്നെ നമ്മൾ ചായക്കുള്ള വെള്ളവും വെച്ച്
അപ്പോൾ അതൊക്കെ ഒന്ന് കിടത്തി കളയണ്ട. അപ്പോൾ അതിൽ തന്നെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളതൊന്ന് തണുത്തതിന് ശേഷം ബോൾസ് ആയിട്ട് എടുത്ത് വെക്കണം ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട്. അപ്പോൾ കാലത്തെ എണ്ണ തന്നെയാണ് കേട്ടോ അത്. അതിനകത്ത് പൂരി ഉണ്ടാക്കിയ എണ്ണ അത് ഞാൻ കളഞ്ഞിട്ടില്ല. അത് ഇനി ഇത് കഴിഞ്ഞാൽ കളയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു 10 ബോളിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ബാറ്റർ ഞാൻ ഇതിനകത്ത് ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇത് ഇത്തിരി ഭംഗി ഉണ്ടാകാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ ചെയ്യണ പോലെ ഇത് ചായ ആയിട്ടുണ്ടെങ്കിൽ പാല് ചേർത്തിട്ട് എടുക്കണം. അപ്പോൾ ഹോട്ടലിലൊക്കെ ചെയ്യണ പോലെ വലിയ ചീനച്ചട്ടിയിൽ ഒത്തിരി എണ്ണയിലൊക്കെ കിടന്ന് ആയാലേ നല്ല ഷേപ്പായിട്ടൊക്കെ വരുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇടുമ്പോൾ തന്നെ അടിയിൽ മുട്ടും പോയിട്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് 2 കൈ വെച്ച് ചെയ്താൽ മതി കേട്ടോ. ആ പാത്രം എടുത്ത് പൊക്കി ഈ എണ്ണയുടെ അരിയിൽ കൊണ്ടുവന്നിട്ട് വേണം ഇടാനായിട്ട്. ഇതിപ്പോൾ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം. പക്ഷേ നമ്മൾ സ്പൂൺ വെച്ച് തന്നെ എടുക്കണം. കൈ പിടിച്ച് എടുത്തു കഴിഞ്ഞാൽ ഷേപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ മീതൊക്കെ ഇത്തിരി എണ്ണ തട്ടി കൊടുത്താൽ മതി. കാരണം ഇത് മുങ്ങിക്കിടന്ന് വേകാനുള്ള എണ്ണയൊന്നും നമ്മൾ എടുത്ത് കളയേണ്ട കാര്യമില്ല. ഹോട്ടലുകാരത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും എണ്ണയൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ ആകും. കടലപ്പൊടിക്ക് അതിന് വേവൊന്നുമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ അത് ശരിയായി. അപ്പോൾ നമ്മളൊരു ടിഷ്യൂ എടുത്തിട്ടേക്കണം. ടിഷ്യൂ പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വരുന്ന എണ്ണയൊക്കെ അതിൽ പിടിച്ചോളും. അപ്പോൾ ഇതോടുകൂടി വൈകുന്നേരത്തെ എൻ്റെ സ്നാക്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആകെ 10 അത് മതി. പിന്നെ എന്താ പറഞ്ഞത്, ചായ വൈകുന്നേരമാണ് പാലിട്ടൊക്കെ കഴിക്കണത്. കാലത്ത് ആരും ഇവിടെ പാലിട്ട സാധനങ്ങളൊന്നും കഴിക്കാറില്ല, ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിത് ഇതുപോലെയൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ്, ഇത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ഹോൾഡ് മെനു അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ എന്നെ അറിയിക്കാം. താങ്ക് യു.